കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ ഒരു ശ്മശാനം കൊണ്ടുവരുന്നത്? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ ഒന്നിനായിട്ട് മെനക്കെടുക്കുക. ഞങ്ങൾ ഒന്ന് വെട്ടി വീണാൽ ശരി, ഇത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയോട് കൂടി വീറോട് കൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഫറോക്ക് കുണ്ടായിത്തടം കോട്ടക്കുന്നിലാണ് ശ്മശാനത്തിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം. ഇവിടെ പ്രവർത്തിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ ശ്മശാനം പൊതുശ്മശാനമാക്കി ഉയർത്താനാണ് അധികൃതരുടെ നീക്കം. നേരത്തെ കോമൺവെൽത്ത് ഓട് കമ്പനിയുടെ അധീനതയിലായിരുന്നു ഈ സ്ഥലം. ഇത് പിന്നീട് ഒരു സ്വകാര്യ വ്യക്തി കയ്യേറിയെന്നും കയ്യേറ്റത്തിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കാൻ ശ്മശാനത്തിനായി കുറച്ചു സ്ഥലം വിട്ടു നൽകുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശവം ദഹിപ്പിക്കുന്ന സമയത്ത് വീട് വിട്ടു പോകും, ഓരോ കുടുംബങ്ങളിലേക്കൊക്കെ പോകും. അതുകൂടാതെ അതിൻ്റെ ഒഴിഞ്ഞു പോകാൻ പറ്റാത്തതാണല്ലോ ബാക്കി എല്ലാവരും. അപ്പോൾ ആ വീട്ടുകാർ എന്താ ചെയ്യുക, വേഗം എന്തെങ്കിലും വെച്ച് ഈ ശവം എപ്പോഴാണ് ബോഡി ദഹിപ്പിക്കുന്നത് എന്നൊരു ടൈം ഉണ്ടാവുമല്ലോ, അറിയല്ലോ നമുക്ക്. അതായത് ഒരു 12 മണിയാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കും മക്കൾക്കൊക്കെ കൊടുത്ത് അലക്കിയിട്ട ഡ്രസ്സ് വരെ ഞങ്ങൾ പുറത്തിടൂല. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇത് ശവം മണക്കും. ടിപ്പുവിന്റെ ഒളിത്താവളമായിരുന്ന കോട്ട ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണിത്. സംസ്ഥാന സർക്കാർ പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ഈ പ്രദേശം നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ശ്മശാന പദ്ധതി ഉപേക്ഷിച്ച് ടിപ്പുവിന്റെ കോട്ട സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുടിവെള്ളം ചോദിച്ച നാട്ടുകാരോട് ശ്മശാനം തരാമെന്ന മറുപടിയാണ് ഗ്രാമപഞ്ചായത്ത് നൽകിയത്. ഇതിനെതിരെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് ഫറോക്കിലെ ഒരു കൂട്ടം ഗ്രാമീണവാസികൾ. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.